പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയ UDF ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത ശേഷം പല സുപ്രധാന തീരുമാനങ്ങളും എടുക്കുകയുണ്ടായി. ആ സുപ്രധാന തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന ഒരു തീരുമാനമായിരുന്നു AI വകുപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്ന ഒരു വകുപ്പിനെ കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് അത് മുഖേന വാണിജ്യത്തിലും വ്യവസായത്തിലും കേരളത്തിന് പുരോഗതി ഉണ്ടാക്കാനുള്ള ദീർഘവീക്ഷണത്തിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു വകുപ്പ് ഉണ്ടായത്. എങ്കിലും നമ്മളുടെ ഈ IT കീഴിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ IT പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ആ രീതിയിൽ പഠിപ്പിക്കപ്പെട്ടവരാണോ, ട്രെയിനിങ് കിട്ടിയവരാണോ, അല്ലെങ്കിൽ സബ്ജക്റ്റ് എടുക്കാൻ ആ സബ്ജക്റ്റിൽ ഡീപ്പ് നോളജ് ഉള്ള അതിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞവരാണോ എന്ന് നോക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യത കൂടിയാണ്. ഇപ്പോഴും നമ്മളുടെ ഗവൺമെന്റ് കാലാകാലങ്ങളായിട്ട് IT അപരവൽക്കരിച്ച അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു രീതിയിലാണ് സ്കൂളിൽ IT വിദ്യാഭ്യാസം പോകുന്നത്. 10ാം ക്ലാസ്സിലെ IT A+ നേടാൻ മാത്രമുള്ള, ഈസിയായി A+ നേടാൻ മാത്രമുള്ള ഒരു സബ്ജക്റ്റായി ഒതുങ്ങി നിൽക്കുകയാണ്. കുട്ടികൾക്ക് കാര്യമായ പരിശീലനം പോലും IT ലഭിക്കുന്നില്ല. നമ്മളുടെ ലാബുകളിൽ കമ്പ്യൂട്ടറുകളൊക്കെ ഹൈടെക് ആയിട്ട് ഉണ്ടെങ്കിലും അതെടുക്കുന്ന അധ്യാപകർ മറ്റു ഭാഷാ അധ്യാപകരോ മറ്റു സബ്ജക്റ്റിന്റെ അധ്യാപകരോ 2-3 ദിവസം വർഷത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ച ട്രെയിനിങ് കിട്ടിയിട്ട് ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് വന്ന് എടുക്കുന്നത്. അതേസമയം ഈ സബ്ജക്റ്റിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള ഒരുപാട് പേർ നമുക്ക് ഉണ്ട്. അപ്പോ മറ്റ് സംസ്ഥാനങ്ങൾ ഡൽഹിയെ മാതൃകയാക്കിയാൽ ഡൽഹിയിൽ TGT കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് തന്നെ ഡൽഹി സംസ്ഥാനത്തുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കി ഇവിടെയും IT പഠിപ്പിക്കാൻ അതിൻ്റെതായ സബ്ജക്റ്റ്, അൽഗോരിതം അറിയുന്ന, സോഫ്റ്റ്വെയർ എന്താണെന്ന് അറിയുന്ന, ഹാർഡ്വെയർ എന്താണെന്ന് അറിയുന്ന, അതിന്റെ ഡീപ്പ് നോളജ് ഉള്ള അധ്യാപകരെ തന്നെ, അല്ലെങ്കിൽ ഈ പൈത്തണും മറ്റും പ്രോഗ്രാമിങ്ങുകളും മറ്റും അറിയുന്ന അധ്യാപകരെ തന്നെ ഈ കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റും പ്രാഥമികമായി പഠിപ്പിക്കാൻ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഈ AI ഈ മാറുന്ന കാലഘട്ടത്തിൽ മാറ്റത്തിനനുസരിച്ച് കുട്ടികളെ പ്രാപ്തരാക്കാനും ലക്ഷ്യം നേടുന്നതിന് പിറകിലായി പോകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോ ഈ ഗവൺമെന്റ് വന്ന സാഹചര്യത്തിൽ പുതിയതായി പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ IT കോർ സബ്ജക്റ്റായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം കൂടി എടുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്.